ധന്യ, ഈ മുതുപിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് തീർത്ത പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഉണ്ടായിരിക്കുന്നത്. അതെ, ഇപ്പോ CPM മുഖപത്രമായ ദേശാഭിമാനി പറയുന്നത് അത് RSS ബോധപൂർവം അവിടെ അത്തരത്തിലൊരു പൂക്കളം സൃഷ്ടിച്ച് അവിടെ RSS എന്ന ബോർഡൊക്കെ വെച്ചു, അല്ലെങ്കിൽ ഛത്രപതി ശിവജിനെയൊക്കെ പ്രതിപാദിച്ച് ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ആ ഒരു ക്ഷേത്രം RSSന്റെ കയ്യേറ്റം, RSS കയ്യേറുന്ന നിലയിലൊരു നിലപാടെടുത്തതാണെന്നൊക്കെയാണ് ദേശാഭിമാനി പത്രം പറയുന്നത്. എന്താണ് സംഗതി? അതായത് സെപ്റ്റംബർ 7 ഞായറാഴ്ചത്തെ ദേശാഭിമാനി പത്രം ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് നോക്കുക. അതിൽ 2ാമത്തെ പേജിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ക്ഷേത്രത്തിന് മുന്നിൽ RSS രാഷ്ട്രീയ പൂക്കളം, 25 പേർക്കെതിരെ കേസ്. അതായത് ഈ RSS എന്ന് എഴുതിയ ഒരു പൂക്കളമൊക്കെ വെച്ചിട്ടാണ് ഈ ഇതിന്റെ പിക്ചറൊക്കെ കാണിച്ചുകൊണ്ടാണ് ദേശാഭിമാനി ആ ചിത്രം പങ്കുവെച്ച വാർത്ത നൽകിയിരിക്കുന്നത്. അവിടെ RSS എന്ന് പറയുന്ന ഒരു സംഭവം ആ ക്ഷേത്രത്തിലുള്ള ചെറുപ്പക്കാർ, അതായത് അവിടുത്തെ ചെറുപ്പക്കാരിട്ട അത്തപ്പൂക്കളമാണ്. ക്ഷേത്രവക വേറെ പൂക്കളമുണ്ട്. ക്ഷേത്രത്തിന്റെ മുന്നിൽ അവിടുത്തെ നാട്ടുകാരും യുവാക്കളും ഒക്കെ ചേർന്നിട്ട പൂക്കളമാണ് ഇപ്പോ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ മാത്രമല്ല, അതിപ്പോ ഇന്ത്യ മുഴുവൻ ചർച്ചയാവുന്നുണ്ട്. അപ്പോ ഈ ഇട്ട പൂക്കളത്തിൽ RSS വൽക്കരണം നടത്തുന്നു എന്നായിരുന്നു ക്ഷേത്ര സമിതിയുടെ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവങ്ങൾ ക്ഷേത്ര സമിതിയാണ് ഇത് പരാതി നൽകിയിരിക്കുന്നത്. അതായത് ക്ഷേത്രം കയ്യേറി കുറച്ച് ആൾക്കാർ ഇങ്ങനെ RSS എന്നെഴുതി പൂക്കളം ഇട്ടു എന്നാണ് ഇവരുടെ പരാതി. പിന്നെ RSSന്റെ കൊടി പൂക്കളത്തിൽ വരച്ചു വെച്ചു. ഇതൊക്കെയാണ് അവരുടെ പരാതി എന്ന് പറയുന്നത്. ദേശാഭിമാനി അതുപോലെ അത് വാർത്തയാക്കിയിട്ടുണ്ട്. അപ്പോ ഈ കഴിഞ്ഞ തവണയും ഇത്തരത്തിലൊരു ആരോപണം ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണയും. അപ്പൊ ആ കഴിഞ്ഞ തവണത്തെ ഒക്കെ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കുന്നതിന്റെ ഒരു ചെറിയ പാട്ട് നമ്മളിവിടെ പ്രേക്ഷകർ കാണിക്കുന്നുണ്ട്. ആ ഗോപുരം, ഈ ദേശാഭിമാനിയിലെ ഈ പത്രത്തിൽ ഈ ഗോപുരം ഉണ്ടോ? ഈ പൂക്കളത്തിൽ ഈ പറയുന്ന RSS എന്നോ ഈ ഒരു പൂക്കളോ മറ്റോ പൂക്കളോ ഏതെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ നോക്കിയേ. അപ്പൊ അന്ന് DYSPയുടെ നേതൃത്വത്തിൽ ആളൊക്കെ എത്തിയാണ് ആ പ്രശ്നം പരിഹരിച്ചത്. അതും ഇതുപോലെ RSSന്റെ കൊടി വെച്ചു പിന്നെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നത്തെ പൂക്കളത്തിൽ RSSുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഒരു വീഡിയോയിൽ ആ കഴിഞ്ഞ വർഷത്തെ പൂക്കളത്തിന് ഫോട്ടോ അടക്കം കാണിക്കുന്നുണ്ട്. പിന്നെ ദേശാഭിമാനി നമുക്കറിയാം, ഈ ഞായറാഴ്ച സെപ്റ്റംബർ 7 ഞായറാഴ്ച രാവിലത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ദേശാഭിമാനി കാണിച്ചിരിക്കുന്നത് അമേരിക്കയും പിന്തള്ളി കേരളം. എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. അമേരിക്കയും കേരളം പിന്തള്ളി എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന് അറിയില്ല. ഇപ്പൊ 25 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതിൽ 2 പേർ, ആദ്യത്തെ 2 പ്രതികൾ പട്ടാളക്കാരാണ്. ഇന്ത്യ കാക്കുന്ന പട്ടാളക്കാർക്കെതിരെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയതിൽ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം പാകിസ്ഥാൻ നമ്മളെ കയറി അടിച്ചപ്പോൾ നമ്മുടെ 27 സഹോദരങ്ങളെ മതം ചോദിച്ചുകൊണ്ട് തോക്കിന്റെ മുൾമുനയിൽ നിർത്തി നമ്മളെ തീർത്തപ്പോൾ അതിന് നമ്മൾ മറുപടി കൊടുത്തതാണ്. നമ്മൾ അടിക്കാനോ വഴക്കിനോ കുത്തിനോ കൊലപാതകത്തിനോ പോയതല്ല. നമ്മുടെ സഹോദരങ്ങളെ തൊട്ടപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ ഒന്നടങ്കം ചേർന്ന് കൊടുത്ത മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാനുള്ള നിമിഷങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. പാകിസ്ഥാനിലെ ജനങ്ങളെ തൊട്ടിട്ടില്ല, അവിടുത്തെ ഭരണ സംവിധാനങ്ങളെ തൊട്ടിട്ടില്ല, അവിടുത്തെ സൈന്യത്തെ തൊട്ടിട്ടില്ല. ഭീകര ക്യാമ്പുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ നടത്തിയ ഒരു പോരാട്ടം തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അത് മുതുപിലക്കാട് ക്ഷേത്ര സമിതിക്ക് അത്ര നാണക്കേടുണ്ടായി എങ്കിൽ അവർ കേരളം വിട്ട് അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ RSSന്റെ കൊടിയോ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിന്റെ പേരിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിന്റെ പേരിലാണ് കേസ് എടുത്തത്. അത് രാഷ്ട്രീയവൽക്കരിക്കാനാണ്, അമ്പലത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളതിന്റെ പേരിലാണ് കേസ് എടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതാൻ പാടില്ല എന്നാണ് ക്ഷേത്ര സമിതി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര സമിതി 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ഷേത്ര സമിതി പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് മാറ്റണം എന്നാണ് ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതി സെക്രട്ടറിയുടെ വാദം. ഇതിന്റെ അപ്പോ ഇങ്ങനെ മാറ്റണം എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഇയാൾ തിരുത്തി പറഞ്ഞു, അങ്ങനെ മാറ്റണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല, ഉപദേശക സെക്രട്ടറി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ രംഗത്തെത്തി. പക്ഷേ അയാൾ പറഞ്ഞതിന്റെ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ അത്
കള്ളമാണെന്ന് പൊളിഞ്ഞു. അയാൾ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പൊളിഞ്ഞു. അത് തേഞ്ഞുമാഞ്ഞു പോയി. അടുത്ത് പൂക്കളത്തിനൊപ്പം രാഷ്ട്രീയ കൊടി വച്ചു. അതുകൊണ്ട് പൂക്കളം മാറ്റണം. പൂക്കളത്തിനൊപ്പം RSSന്റെ രാഷ്ട്രീയ കൊടി പൂക്കളം പോലെ ഇട്ട് വച്ചു. കാവിക്കൊടി പൂക്കളം പോലെ ഇട്ട് വച്ചു എന്നാണ് ക്ഷേത്ര സമിതി പറയുന്നത്. അവിടെ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ രഥത്തിൽ പോകുന്ന ഒരു ഫ്ലക്സ് നോട്ടീസുമാണ് ക്ഷേത്ര സമിതി പുറത്തിറക്കിയത്. ആ ഫ്ലക്സിൽ അതിന്റെ മുകളിൽ ഈ ഭഗവാൻ കൃഷ്ണന്റെ മുകളിൽ ഒരു കൊടിയുണ്ട്. ആ കൊടിയാണ് പിന്നെ ആ നാട്ടുകാരും അവിടുത്തെ യുവാക്കളും ഒക്കെ ചേർന്നിട്ട പൂക്കളത്തിലുള്ളത്. ആ കൊടി കൃത്യമായി പ്രബലയുടെ ചിരിക്കേണ്ട, ആ കൊടി തന്നെയാണ് ആ പൂക്കളത്തിൽ ഉണ്ടായിരുന്നത്. അത് കാവിക്കൊടിയല്ല. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ദേശീയതയുടെ പ്രതീകമാണ്, എല്ലാം സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ആ പൂക്കളത്തിൽ അവരൊരു കൊടി വരക്കുന്നെങ്കിൽ വരേണ്ടത് ദേശീയ പതാകയല്ലേ, കാവിക്കൊടി അല്ലല്ലോ. കാവിക്കൊടി അല്ല വരച്ചത്. അല്ല മറ്റേത്. ശ്രീകൃഷ്ണന്റെ മുകളിലുള്ള ശ്രീകൃഷ്ണന്റെ പിന്നെ രഥത്തിന് മുകളിൽ വെച്ചിരിക്കുന്ന കൊടി, ആ കൊടിയാണ് അവർ വരച്ചത്. അവിടെ എന്താണ് ഭഗവാൻ കൃഷ്ണന്റെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ഒരു കൊടി വരച്ചാൽ ഇപ്പൊ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ അവരുടെ പ്രശ്നം മറാത്ത സാമ്രാജ്യം ഉണ്ടാക്കാൻ കാരണക്കാരനായ ശിവജിയെ അവിടെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. അതായത് ശിവജിയുടെ ഒരു ഫ്ലക്സ് അവിടെ വച്ചു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ഇത് കുട്ടികൾക്ക് പഠിക്കാനില്ലേ ശിവജിയെ കുറിച്ച്? ഉണ്ട്, ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രിക്ക് ഹിസ്റ്ററി എടുക്കുന്നവർക്ക് പഠിക്കാനുണ്ട് ശിവജിയെ കുറിച്ച്. അങ്ങനെ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന ഈ വിദേശാധിപത്യത്തെ ഒക്കെ തടഞ്ഞ ഒരാളിനെ കുറിച്ച് പഠിക്കുന്ന അയാൾ എങ്ങനെയാണ് RSSന്റെ വക്താവാകുന്നത്? പക്ഷേ ഈ ഛത്രപതി ശിവജി എന്ന് പറയുന്ന ആ ഒരു ആള് ശിവജി മഹാരാജ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നത് RSSകാരാണ്. അതാ RSSകാര് മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞാൽ അത് RSSന്റെ മുതലാവുമോ? കാവിക്കൊടി RSSന്റെ പ്രതീകമാണ്. അപ്പൊ ഇതെല്ലാം അത് എന്നിട്ട് ഇത്രയും ചെയ്ത് ഒപ്പിച്ചിട്ട് പറയുകയാണ് അത് RSSന്റെ പരിപാടിയല്ല. ശരി, ഞാനങ്ങ് വിശ്വസിച്ചു. ബാക്കി പറയും. RSSന്റെ പരിപാടിയാണെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ കാവിക്കൊടി വച്ചെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതിൽ കുറ്റം നമ്മൾ ഇത് കാരണം പൂക്കളത്തിലോ ഓണത്തിലോ രാഷ്ട്രീയവൽക്കരണം ഞാനും അംഗീകരിക്കുന്ന കാര്യമല്ല. RSSന്റേതായ പരിപാടികളിൽ രാഷ്ട്രീയം വയ്ക്കാം. കൊടി ശ്രീകൃഷ്ണൻ ഭഗവാന്റെ മുകളിലുള്ള കൊടിയാണ് വച്ചേക്കുന്നത്. അത് അവർ കൃത്യമായി അതിൽ കാണിക്കുന്നുണ്ട്. കാവിക്കൊടി അല്ല എന്നാണ് ആ നാട്ടുകാരടക്കം പറയുന്നത്. കാവിക്കൊടി അല്ല. ഞാനും പറയുന്നു അല്ല കാവിക്കൊടി അല്ല വച്ചാണ്. ഞാൻ വിശ്വസിച്ചു. അത് ഭഗവാന്റെ തലയിലിരുന്ന അല്ലെങ്കിൽ ആ തലയിൽ വെച്ച കൊടിയാണ് അവിടെ വരച്ചു വെച്ചത്. രണ്ടാമത്തത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയ പൂക്കളം മാറ്റണം എന്നുള്ളതാണ് ഉപദേശക സെക്രട്ടറിയുടെ വാദം. അത് മാറ്റണം എന്നുള്ള കാര്യം എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാര്യം അത് ഇപ്പോ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൽ പോലും നമ്മുടെ ഈ കുടമാറ്റത്തില് ഇത്തരം ആനുകാലികമായിട്ടുള്ള സംഗതികളൊക്കെ വരാറുണ്ട്. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടെ വെക്കേണ്ടിയിരുന്നത് ദേശീയ പതാകയായിരുന്നു, കാവിക്കൊടിയല്ല. എന്റെ അഭിപ്രായം അതിൽ ക്ലിയർ ആണ്. അത് കാവിക്കൊടി അല്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. കാവിക്കൊടിയായും ഭഗവാൻ കൃഷ്ണന്റെ തലയിലിരിക്കുന്ന കൊടിയെ ആ കൊടിയായി അങ്ങനെയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ RSSകാരനാണെന്ന് പറയേണ്ടി വരും. ഇല്ല, ഞാൻ പറയില്ല. അവര് വരച്ചത് ആ രഥത്തിന് മേലുള്ള കൊടിയാണ്. പ്രശ്നം തീർന്നു, അത്രേ ഉള്ളൂ. അതിനാണ് ഇവിടെ ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി.